സീസൺ 7 ഫൈനലിസ്റ്റ്, ഗായകൻ എന്നീ നിലകളിൽ പ്രേക്ഷകരുടെ സുപരിചിതനാണ് അക്ബർ ഖാൻ. സി മലയാളം ചാനലിലെ സംഗീത റിയാലിറ്റി ഷോ ആയ സരിഗമ പ കേരളത്തിലെ ഒരു മത്സരാർത്ഥിയാണ് ഈ ഗായകനെ മലയാളികൾ ആദ്യം കാണുന്നത്. നിരവധി ടെലിവിഷൻ ഷോകളിൽ ഭാഗ്യമായി. പിന്നീടാണ് ബിഗ് ബോസിലേക്ക് എത്തിയത്. വിവാഹിതനാണ് താരം. ഡോക്ടർ ഷെറിൻ ഖാനാണ് അക്ബറിൻ്റെ ഭാര്യ. നോർത്ത് ഇന്ത്യക്കാരിയാണ് ഷെറിൻ. ഇപ്പോഴത്തെ അക്ബറുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഫസ്മിന സാക്കിർ എന്ന വീഡിയോയാണ് വൈറലാകുന്നത്. വിവാഹിതനായ അക്ബറിന് ഡേറ്റിംഗ് ആപ്പായ ട്വിൻഡറിൽ അക്കൗണ്ട് ഉണ്ടെന്നും താരം ആപ്പിൽ കയറി ചാറ്റിങ്ങും ഫോൺ നമ്പർ ഷെയറിങ്ങും നടത്താറുണ്ടെന്നും പറയുകയാണ് ഫസ്മിന. കേരളത്തിൽ പോപ്പുലറായി നിൽക്കുന്ന 3 ഡേറ്റിംഗ് ആപ്പുകളാണുള്ളത്. ട്വിൻഡർ, ബംബിൾ, അരികെ എന്നിവയാണത്. അഹാന കൃഷ്ണയൊക്കെ ഈ ആപ്പുകളിൽ ചിലതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫസ്മിന പറഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയായിരുന്ന ഗായകനായ അക്ബർ ഖാൻ. വളരെ പോപ്പുലറായ ആളാണ്. ഞാൻ പുള്ളിയുടെ ഫാനൊന്നുമല്ല, പക്ഷേ ബിഗ് ബോസ് പുള്ളിയുടെ ഗെയിം എനിക്ക് ഇഷ്ടമായിരുന്നു. പുള്ളിയുടെ പാട്ടും ഇഷ്ടമാണ്. അക്ബർ, റന, ആദില, നൂർ തുടങ്ങിയവരായിരുന്നു ഇക്കഴിഞ്ഞ സീസൺ എൻ്റെ ഫേവറേറ്റ്സ്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. അങ്ങനെയുള്ള സംഭവങ്ങളുടെ പേരിൽ ഞാൻ അയാളെ വീഡിയോ ചെയ്യുന്നതല്ല. അക്ബറിന് ട്വിറ്റർ പ്രൊഫൈലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ് ഈ വിവരങ്ങൾ. ഈ അക്കൗണ്ട് ഫേക്കായി കൂടെയെന്ന് നിങ്ങൾക്ക് തോന്നാം. ഫേക്കായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ചോദിക്കുന്നവരോട് അക്ബറിൻ്റെ അക്കൗണ്ടിന് ബ്ലൂ ടിക്ക് ഉണ്ട്, വെരിഫൈഡ് ആണ്. അക്ബർ തന്നെയാണോ എന്ന് ആപ്പിൾ ചാറ്റിങ്ങിനിടെ ഒരു പെൺകുട്ടി ചോദിച്ചപ്പോൾ അതേ എന്ന് അക്ബർ മറുപടി നൽകിയിട്ടുണ്ട്. അറിയാവുന്ന പബ്ലിക് ഫിഗറിനെ ട്വിറ്ററിൽ കണ്ടതുകൊണ്ടാണ് ആ കുട്ടി റിയൽ അക്ബർ ഖാൻ തന്നെയാണോ എന്ന് ചോദിച്ചത്. എന്നെ വിശ്വസിക്കുമെന്ന് ആ പെൺകുട്ടി ചോദിച്ചപ്പോൾ താൻ വിശ്വസിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അക്ബർ തിരിച്ചു ചോദിച്ചത്. ഐഡൻറ്റിറ്റി കാണിക്കാൻ പുള്ളി റെഡിയാണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല നമ്പർ നൽകാനും അക്ബർ തയ്യാറായി. അത് കണ്ടപ്പോൾ എനിക്ക് വന്നൊരു സംശയമാണ്, ഇത്രയധികം സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ നമ്പർ ഷെയർ ചെയ്യുമ്പോൾ എന്ന്. പക്ഷേ പുള്ളി ആ കുട്ടിക്ക് നമ്പർ കൊടുത്തു. അതാണ് ഏറ്റവും കോമഡി. 2 മിനിറ്റിലെ ചാറ്റ് കൊണ്ട് ഒരു പരിചയമില്ലാത്ത ആൾക്ക് അക്ബർ നമ്പർ കൊടുത്തു. നമ്പറും ഒറിജിനലായിരുന്നു. നമ്മൾ ആ പെൺകുട്ടിയെ കൂടുതൽ പരിചയപ്പെടാനും അടുത്തറിയാനും ആഗ്രഹവും അക്ബർ പ്രകടിപ്പിച്ചു. അത് എന്തിനാണ് എന്ന് മനസ്സിലായില്ല. ഇങ്ങനെയൊക്കെ ഒരാളോട് സംസാരിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരോട് പുള്ളിയുടെ വിവാഹം കഴിഞ്ഞതാണ്. ഒരു ഭാര്യ അദ്ദേഹത്തിന് കാത്തിരിപ്പുണ്ട്. അങ്ങനെ ഒരാൾ ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് മറ്റൊരു പെൺകുട്ടിക്ക് നമ്പർ കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആ പെൺകുട്ടി പിന്നീട് മനസ്സിലാക്കി അക്ബറിൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്ന്. അതോടെ അക്ബറുമായുള്ള കോൺവെർസേഷൻ ഉടനെ തന്നെ അവസാനിപ്പിച്ചു. അഥവാ ആ പെൺകുട്ടി അക്ബറിൻ്റെ വിവാഹം കഴിഞ്ഞത് അറിയില്ലായിരുന്നുവെങ്കിൽ ആ ചാറ്റ് എവിടെ പോയി അവസാനിച്ചെന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. കാരണം നമ്പർ വരെ പുള്ളി കൊടുത്തു. ഫസ്മിന പറഞ്ഞു. അക്ബർ നൽകിയ നമ്പർ റിയലാണോ എന്ന് അറിയാൻ അക്ബറിന് ഫസ്മിനയും മെസ്സേജ് അയക്കുകയും ഡേറ്റിംഗ് ആപ്പിലെ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുവെന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അക്ബർ മറുപടി നൽകിയത് കൂട്ടായില്ല. എല്ലാ ചാറ്റിങ്ങിനെയും സ്ക്രീൻഷോട്ടുകളും ഫസ്മിന പങ്കുവച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.